വെൽക്കം ബാക്ക് ടു റിസോഴ്സ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കഫേ സ്റ്റൈലിൽ ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ലോട്ടർ ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്, അതിലേക്കുള്ള വൈറ്റ് സോസിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വരുന്ന ഒരു ലോട്ടർ ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഫേ സ്റ്റൈലാണ് കാണിക്കുന്നത്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈസി റെസിപ്പിയാണ്, അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. ലോഡഡ് ഫ്രൈസിലേക്കുള്ള ചിക്കൻ ഒന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 200 ഗ്രാം ബോൺലെസ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്, മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാണ്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈസിലേക്ക് മെയിനായിട്ട് വേണ്ട ഒന്നാണ് ഫ്രഞ്ച് ഫ്രൈസ്. അത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലാത്തവർക്ക് ഫ്രോസൺ ആയിട്ട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. വലിയ സൈസ് നല്ല പൊടിയായിട്ടുള്ള ടൈപ്പ് ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മുങ്ങുന്ന പരുവത്തിലുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓവറായി വെന്ത് കിട്ടുന്ന രീതിയിലല്ല, ചെറിയൊരു വേവ് ആവുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടാറി നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം കോൺഫ്ലവറിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ടൈപ്പിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താലും മതി. ഫ്രഞ്ച് ഫ്രൈസിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ബട്ടർ എടുക്കാവുന്നതാണ് കേട്ടോ. കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഓയിൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി, 1/4 ടീസ്പൂണിൽ കുറവ് ചില്ലി പൗഡർ, മുളകും പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 200 ml പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം വീണ്ടും 200 ml പാല് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് സ്ലൈസ്ഡ് ചീസാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് നല്ല കുറുക്കി ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ മാറ്റിയേക്കാം. എല്ലാം വെച്ചിട്ട് അസംബിൾ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഒരു ട്രേയിലേക്ക് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന്, പിന്നെ വൈറ്റ് സോസ് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് റെസിപ്പി കാണിച്ചിട്ടില്ല. എന്നിട്ട് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് മൊസറല്ല ചീസാണ് ചേർക്കുന്നത്. അത് നിർബന്ധമായിട്ടും അതിൽ ചേർക്കേണ്ട ഒന്നാണ് കേട്ടോ. പിന്നീട് നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾ ആയിട്ട് ഞാനിവിടെ ക്യാപ്സിക്കം അതുപോലെ കൊറിയാണ്ടർ ലീവ്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട്. അസംബിൾ ചെയ്തതിന് ശേഷം സ്റ്റീമറിൽ വെച്ചിട്ടോ ഓവനിൽ വെച്ചിട്ടോ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചീസ് മെൽറ്റ് ആവുന്നതാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം. മെൽറ്റായി കഴിഞ്ഞാൽ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ്. എക്സാക്റ്റ് റെസ്റ്റോറൻറ്റ് ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റ് നല്ല വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. സീ യു മോർ. താങ്ക് യു ഫോർ വാച്ചിങ്.